നമസ്കാരം സുഹൃത്തുക്കളെ, മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് തക്കാളി തൊക്ക്. ഇത് സാധാരണയായിട്ട് പല കമ്പനികളും ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ചില വീടുകളിൽ ചെയ്യാറുണ്ട്. അത് ഈ കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളിൽ ചില പ്രിസർവേറ്റീവ്, അതായത് ഇത് പല മാസങ്ങൾ അത് ചീത്തയാവാതെ ഇരിക്കാൻ വേണ്ടി കെമിക്കൽസ് ഒക്കെ ചേർത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ അതൊന്നുമില്ലാതെ ശുദ്ധമായി നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഒരു 4, 5, 6 ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഭക്ഷിക്കാം. ആ രീതിയിലായിരിക്കണം തക്കാളിത്തൊക്ക്. സോ ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഇതാ കണ്ടില്ലേ, ഇഞ്ചി വൃത്തിയായി അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് റെഡി ചെയ്ത് വെച്ചിരിക്കുന്നു. ഉളുന്ന്, വെള്ളയുളുന്ന് കുറച്ച്, പിന്നെ വെന്തയം, ഇത് ജീരകം, അടുത്തത് കടുക്, ഇത് കറിവേപ്പില വൃത്തിയാക്കി വെച്ചിരിക്കുന്നു, മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ ഇത് പെരുങ്കായപ്പൊടി, ഇത് പുളിവെള്ളം നല്ലപോലെ വൃത്തിയാക്കി ഒരു കപ്പിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഇന്നത്തെ നായകൻ തക്കാളി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഉപ്പ് അത്യാവശ്യത്തിന് മാത്രം. ഈ സാമഗ്രികളാണ് നമ്മൾ ഇന്ന് തക്കാളിത്തൊക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്. തക്കാളിത്തൊക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ ഇത് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വരിക. ബർണർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്ലെയിമിന്റെ പുറത്ത് പാത്രം വെക്കുന്നു, മൂടി അടുത്ത് വെക്കുന്നു. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ പാത്രത്തിൽ അല്പം കുക്കിംഗ് ഓയിൽ, ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി കഷ്ണങ്ങൾ വെച്ചിരിക്കുന്നത് ഇതിൽ ചേർക്കണം. അടുത്തത് ഉളുന്ന്, വെള്ളയുളുന്ന് ചേർക്കുക. പിന്നെ വെന്തയം, അത് ഇതിൽ ചേർക്കണം. അടുത്തതായി ജീരകം, അതും ഇതിൽ ചേർക്കണം. ഇത് ഈ 4 സാമഗ്രികൾ നല്ലപോലെ നമ്മളിപ്പോ ഫ്രൈ ചെയ്യുന്നു. ഒരു 1 മിനിറ്റോളം ഇത് തുടർച്ചയായി നമ്മൾ ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ഇഞ്ചി കഷ്ണങ്ങൾ, അതിൻ്റെ നിറം നമ്മൾ കാണാം, പതുക്കെ അങ്ങ് മാറുന്നു. കണ്ടില്ലേ? ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത് കടുക്, ഇത് ഇതിലിടുക, പാത്രത്തിലിടുക. കടുകിട്ട് കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ അത് പൊട്ടാൻ തുടങ്ങും. ഓക്കെ, ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കണ്ടില്ലേ? കടുകും റെഡിയായി. ഇപ്പോ കണ്ടില്ലേ, ഇപ്പൊ നമ്മള് ചെയ്യേണ്ടത് കറിവേപ്പില. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കറിവേപ്പില എപ്പോഴും ധാരാളം ശബ്ദം വയ്ക്കും. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആ ശബ്ദമങ്ങ് നിലയ്ക്കുമ്പോൾ കറിവേപ്പിലയും റെഡിയായി. അതാണ് അതിൻ്റെ ലക്ഷണം. ഇപ്പോ മഞ്ഞപ്പൊടി
ചേർക്കുക. സർവ്വരോഗ നിവാരണിയാണ് മഞ്ഞപ്പൊടി. എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം അത് ഉപയോഗിക്കണം. ഇപ്പോ ചില്ലി പൗഡർ, മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിന് മാത്രം, കൂടുതലിടലേ. ഇപ്പോ നമ്മള് സ്വാദിന് മാത്രം അത്യാവശ്യം ഉപ്പ് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്യൂ. കണ്ടില്ലേ, ഇപ്പൊ നന്നായി കുക്കായി. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പുളിവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലൊഴിക്കണം. പാത്രത്തിൽ ഒഴിക്കുക. കണ്ടില്ലേ, പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിന്റെ ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പോഴാണ് നമ്മുടെ നായകൻ വരുന്നത്. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ചേർക്കണം. നല്ലപോലെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ഈ തക്കാളി നമ്മൾ ഇളക്കുമ്പോൾ അതങ്ങ് ചുരുങ്ങി നല്ലപോലെ കുക്കാകണം. കണ്ടില്ലേ, ഒരു 6 മുതൽ 7 നിമിഷങ്ങൾ വരെ ഇത് കുക്കാകണം. ഓക്കെ, അപ്പോ ഇത് മൂടി വെക്കുക. ഒരു 7 നിമിഷം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ കണ്ടില്ലേ, നല്ലപോലെ തക്കാളിയൊക്കെ അങ്ങ് സ്മാഷായി റെഡിയായി കഴിഞ്ഞു. ഇപ്പോ അത്യാവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക, കൂടുതൽ ചേർക്കല്ലേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് റെഡിയായി എന്ന് പറയാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. അങ്ങനെ തക്കാളി തൊക്ക് റെഡി ടു സെർവ്. അങ്ങനെ തക്കാളി തൊക്ക് ഇത് ചെയ്യുന്ന രീതി നമ്മൾ നോക്കി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിന്റെ സ്വാദ് ആസ്വദിച്ച് എനിക്ക് mohansharma@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എഴുതുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ജയ് ഹിന്ദ്, വന്ദേ മാതരം.